Cl gives CaCl2. നമുക്കൊന്ന് കാൽസ്യം ക്ലോറൈഡ് ആണ്. അപ്പോൾ CaCl2 പ്ലസ് CO2 പ്ലസ് H2O, CaCO3 പ്ലസ് 2HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നു, അതുപോലെ CO2 ഗ്യാസ് ഉണ്ടാവുന്നു, H2O ഉണ്ടാവും. CBSE 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ ഷുഡ് കേർഡ് ആൻഡ് സോർ സബ്സ്റ്റൻസസ് നോട്ട് ബി കെപ്റ്റ് ഇൻ ബ്രാസ് ആൻഡ് കോപ്പർ വെസൽസ്? എന്തുകൊണ്ടാണ് തൈര്, കേർഡ്, അതുപോലെ സോർ സബ്സ്റ്റൻസസ് നോട്ട് കെപ്റ്റ് ഇൻ ബ്രാസ് ആൻഡ് കോപ്പർ വെസൽസ്, മെറ്റൽ, കോപ്പർ, ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ പോലെയുള്ള പാത്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേർഡ് പോലുള്ള സാധനങ്ങൾ സൂക്ഷിക്കാത്തത്? കാരണം നമുക്കറിയാം ആസിഡ് ആണ്, ആസിഡിക് ആയിട്ടുള്ള സാധനമാണ് ഈ കേർഡ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ, അപ്പോൾ ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാക്കുന്നത്. അതർ സബ്സ്റ്റൻസസ് ആർ അസിഡിക് ഇൻ നേച്ചർ. ദസ് when they kept in brass and copper vessels, the metal react with the acid to liberate hydrogen gas and harmful products, thereby spoiling the food. നമുക്കറിയാവുന്ന കാര്യമാണ് കേർഡ് ആൻഡ് അതർ സബ്സ്റ്റൻസസ്, അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് നമ്മൾ ഈ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ, കോപ്പറും ബ്രാസുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ ഉണ്ടാക്കപ്പെടുന്നത് മെറ്റൽ റിയാക്ട് വിത്ത് ദ ആസിഡ് ടു ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് ഹാർംഫുൾ പ്രൊഡക്ട്സ്. അപ്പോൾ മെറ്റലും ഈ ആസിഡുമായി റിയാക്ട് ചെയ്താൽ അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് അത് ഫുഡിനെ സ്പോയിൽ ചെയ്യും. അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ ഈ മെറ്റൽ അല്ലെങ്കിൽ ബ്രാസ് പാത്രങ്ങളിൽ വെച്ചാൽ അവിടെയുള്ള റിയാക്ഷൻ ഉണ്ടാക്കപ്പെടുന്നത് ഹൈഡ്രജൻ ഗ്യാസും, ഹൈഡ്രജൻ പ്ലസ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആണ് അവിടെ ഉണ്ടാക്കപ്പെടുന്ന. അതുകൊണ്ട് തന്നെ അത് ഫുഡ് സ്പോയിൽ ആവാനുള്ള കാരണമാകും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ തരത്തിലുള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത്. അതായത് മെറ്റൽ പ്ലസ് ആസിഡ്, നേരത്തെ ഞാൻ പറഞ്ഞു മെറ്റൽ പ്ലസ് ആസിഡ് അവിടെ കിട്ടുന്നത് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പോൾ ആ റിയാക്ഷൻ ആ ഫുഡിനെ സ്പോയിൽ ചെയ്യും. അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ഉണ്ടാക്കപ്പെടുന്നത്. അത് മറ്റൊരു എക്സാമ്പിൾ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, എക്സാമിന് ചോദിച്ചാൽ എഴുതേണ്ട കാര്യം, മെറ്റൽ പ്ലസ് ആസിഡ് ഗീവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ, സോർ സബ്സ്റ്റൻസ്, ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസ് അങ്ങനെയുള്ള പാത്രങ്ങൾ സൂക്ഷിക്കാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഈസ് യൂഷ്വലി ലിബറേറ്റഡ് വെൻ ആൻ ആസിഡ് റിയാക്ട് വിത്ത് എ മെറ്റൽ? ഇല്ലസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഹൗ വിൽ യു ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ദിസ് ഗ്യാസ്? വിച്ച് ഗ്യാസ് ഈസ് യൂഷ്വലി ലിബറേറ്റഡ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് അത് വിശദീകരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജൻ ഗ്യാസ് ഈസ് യൂഷ്വലി ലിബറേറ്റഡ് വെൻ ആൻ ആസിഡ്, നമ്മൾ നേരത്തെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ എന്താ ഒരു എക്സാമ്പിൾ കൊടുക്കുക, ഒരു ഉദാഹരണം. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ടേക്ക് എ ഫ്യൂ പീസസ് ഓഫ് സിങ്ക് ഗ്രാനുൾസ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ആഡ് 5 ml ഓഫ് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 ml, അതിൽ നമ്മൾ കുറച്ച് സിങ്കിന്റെ പീസ് ഇടുക. സിങ്ക് പെട്ടെന്ന് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. സിങ്ക് മെറ്റൽ ആണ്, ഇത് ആസിഡ് ആണെന്ന് ഓർത്ത് വെക്കുക. ഷേക്ക് ഇറ്റ് ആൻഡ് പാസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു എ സോപ്പ് സൊല്യൂഷൻ. അപ്പോൾ ഇതിനെ ഷേക്ക് ചെയ്യുമ്പോൾ അവിടെ റിയാക്ഷൻ പെട്ടെന്ന് നടന്നു. ആ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഗ്യാസ് ഉണ്ടാവുന്നതുകൊണ്ട് അത് ആ ഗ്യാസ് ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അപ്പോൾ സോപ്പ് സൊല്യൂഷനിലേക്ക് അത് കടത്തി വിടുമ്പോൾ എന്തായാലും ബബിൾസ് ഉണ്ടാവും. ദ ബബിൾസ് ഓഫ് ദ സോപ്പ് സൊല്യൂഷൻ ആർ ഫോംഡ്. കാരണം ബബിൾസ് ഉണ്ടാവുന്നതിന് അതിനുള്ളിൽ ഹൈഡ്രജൻ ഗ്യാസ് ആണുള്ളത്. അപ്പോൾ ഗ്യാസ് സോപ്പ് സൊല്യൂഷൻ വരുമ്പോൾ കുമിളകൾ, ബബിൾസ് ആയിട്ട് അവിടെ വരും. ദീസ് സോപ്പ് ബബിൾസ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ അവിടെ സോപ്പ് സൊല്യൂഷനിലേക്ക് കടത്തി വിടുമ്പോൾ അവിടെ ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസിനെ സോപ്പ് സൊല്യൂഷനിലേക്ക് കടത്തി വിടുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പോൾ സോപ്പ് കുമിളകൾ, ആ ബബിൾസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഇനി ഇത് ഹൈഡ്രജൻ ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഹൗ വിൽ യു ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ദിസ് ഗ്യാസ്? അത് എന്താണെന്ന് നോക്കണം. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡ് Zn plus H2SO4 gives zinc sulfate plus H2. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. റിയാക്ഷൻ എഴുതി. ഇനി നമുക്കതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം? വി ക്യാൻ ടെസ്റ്റ് ദ ഇവോൾവ്ഡ് ഹൈഡ്രജൻ ഗ്യാസ് ബൈ ഇറ്റ്സ് ബേണിംഗ് വിത്ത് എ പോപ്പ് സൗണ്ട് വെൻ എ കാൻഡിൽ ഈസ് brought
നിയർ ദ സോപ്പ് ബബിൾസ്. അപ്പോൾ ഈ സോപ്പ് ബബിൾസ് ഉണ്ട്, ബബിൾസ് പൊട്ടിയാൽ എന്തായാലും ഗ്യാസ് പുറത്ത് വരും. ആ ഗ്യാസ് ഹൈഡ്രജൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേണിംഗ് വിത്ത് എ പോപ്പ് സൗണ്ട് വെൻ എ കാൻഡിൽ ഈസ് ബ്രോട്ട് നിയർ ദ സോപ്പ് ബബിൾസ്. അപ്പോൾ ഒരു കത്തിച്ച ഒരു കാൻഡിൽ അത് ഈ സോപ്പ് ബബിൾസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഈ ബബിൾസ് പൊട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്, ഹൈഡ്രജൻ ഹൈലി റിയാക്റ്റീവ് ആണ്. പെട്ടെന്ന് നിന്ന് കത്തും എന്നല്ല, പെട്ടെന്ന് കത്തി ആ സ്പോട്ടിൽ തന്നെ. ഓക്സിജൻ ആണെങ്കിൽ കുറച്ചേരം ആ തീനെ കത്താൻ സഹായിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ കാൻഡിലിന്റെ ലൈറ്റ് ഒന്നുകൂടി കൂടി കത്തുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ തന്നെ കത്തുകയാണ് ചെയ്യുക, പെട്ടെന്ന് കത്തും. അതുകൊണ്ടാണ് ഇറ്റ്സ് ബേണിംഗ് വിത്ത് എ പോപ്പ് സൗണ്ട്. പൊട്ടിത്തെറിക്കുന്ന പോലെ പെട്ടെന്നൊരു സൗണ്ടോടുകൂടി ഈ ഹൈഡ്രജൻ കത്തും. അപ്പൊ അതിൽ നിന്നും ഈ പ്രസൻസ്, അത് ഓക്സിജൻ ആണ്, മറ്റ് ഗ്യാസുകളാണ്. ഓക്സിജൻ ആണെങ്കിൽ കത്താൻ സഹായിക്കുന്നതാണ്. ഓർത്ത് നോക്കുക, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്, എന്നാൽ ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഹൈഡ്രജൻ കത്തിത്തീരുന്നു. അതാണ് ബേണിംഗ് വിത്ത് എ പോപ്പ് സൗണ്ട് എന്ന് പറയുന്നത്. മെറ്റൽ കോമ്പൗണ്ട് എ റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് എഫർവെസൻസ്. ദ ഗ്യാസ് ഇവോൾവ്ഡ് extinguishes a burning candle. Write a balanced chemical equation for the reaction if one of the compounds formed is calcium chloride. ഒരു മെറ്റൽ അത് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്, ആ ഗ്യാസ് എക്സ്റ്റിങ്ക്വിഷസ് എ ബേണിംഗ് കാൻഡിൽ. അപ്പോൾ അവിടെ ഏത് ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക? റൈറ്റ്, ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതാൻ മാത്രമേ ഈ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ളൂ. റൈറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ if one of the compounds formed is calcium chloride. അവിടെ കാൽസ്യം ക്ലോറൈഡ് ആണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. CaCO3 plus 2HCl gives CaCl2. നമുക്കൊന്ന് കാൽസ്യം ക്ലോറൈഡ് ആണ്. അപ്പോൾ CaCl2 plus CO2 plus H2O. CaCO3 plus 2HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു, അതുപോലെ CO2 ഗ്യാസ് ഉണ്ടാകുന്നു, H2O ഉണ്ടാകുന്നു.